നമ്മൾ പസഫിക് ഓഷ്യനിൽ പോയി കോഴിക്കാല് കൊടുത്ത് ഞണ്ടുവേട്ട നടത്തിയപ്പോൾ കിട്ടിയ ഞണ്ടിനെല്ലാം പിടിച്ച് ബക്കറ്റിലാക്കി വീട്ടിൽ കൊണ്ടുവന്ന് പാചകം ചെയ്യാൻ പോകുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വേട്ട കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. സമയം പോലെ അങ്ങോട്ടൊന്ന് പാളിക്കോളൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ. ഞണ്ടിനെ ഓരോന്നങ്ങ് എടുത്ത് ചൂടുവെള്ളത്തിനകത്തിട്ട് അങ്ങ് ഇടുക കേട്ടല്ലോ. സത്യം പറഞ്ഞാൽ അല്പം ക്രൂരമായ ഒരു പരിപാടിയാണ്, എങ്കിലും ഇതിനൊന്നും കൊല്ലാതിരിക്കാൻ നിവൃത്തിയില്ല. ചെറിയ ചൂടുവെള്ളത്തിന് ഓക്കെ ഇട്ടോ. അങ്ങനെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കൊന്ന ഞണ്ടിനെ മിക്കവാറും എന്ന് എല്ലാവരും എന്തെങ്കിലും പറയുമായിരിക്കും. നമ്മളിതാ എടുത്തിട്ട് ഇനി വൃത്തിയാക്കി എടുക്കുവാണ്. ഞണ്ട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ കാലുകൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ അടർത്തി എടുക്കുക. കണ്ടോ, ഭയങ്കര ഈസി ആയിട്ട് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഓരോ കാലായിട്ടും ഇങ്ങനെ പൊളിച്ചെടുക്കണം. കണ്ടോ, ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഭാഗമില്ലേ, ഈ ഭാഗം ഇങ്ങനെ പൊളിച്ച് കളയണം. എന്നിട്ട് തിരിച്ച് പിടിച്ച് കഴിഞ്ഞ ശേഷം ഇതിങ്ങനെ പൊക്കിയെടുക്കണം. കണ്ടോ, എന്നിട്ട് ഇത് നമുക്ക് വേസ്റ്റാണ്. ഇതാ, അത് കഴിഞ്ഞ് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു പപ്പും കൂടെയൊക്കെ പോലെ ഒരു സാധനം ഉണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ താടിയും മുഷിയും വാലൊക്കെ നമുക്ക് ഇങ്ങനെ പൊളിച്ച് കളയണം. കണ്ടോ, ഇതും കൂടി പൊളിച്ച് കളഞ്ഞ് പിന്നെ ഇതിൻ്റെ ഇവിടെ ചിലതിൻ്റെ ഒരു കറുപ്പ് നിറമുള്ള ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതും കൂടി കളഞ്ഞ് ഇതാ കഴിഞ്ഞു. ഇത് ഇത്രയും കഴിഞ്ഞ് നമ്മുടെ ഞണ്ടിൻ്റെ ഇത് കഴിഞ്ഞ്. വേണമെങ്കിൽ ഇത് ഇത്തിരി സൈസാണെങ്കിൽ നമുക്കിതിങ്ങനെ ഒരു സിസേഴ്സ് വെച്ച് മുറിച്ചാൽ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇനി ചിലവർ കഴുകും, ആക്ച്വലി ഇത് കഴുകാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ആ മീറ്റ് സാധാരണഗതിയിലാണെങ്കിൽ നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ ഞണ്ട് ക്ലീനിങ്. ആലപ്പുഴ സ്റ്റൈൽ കറിയാണ് അല്ലേ? ആലപ്പുഴ സ്റ്റൈൽ കറിയാണോ അതോ സ്വന്തം കൃതിയാണോ അത്? സ്വന്തം കൃതി. ഓക്കെ ഓക്കെ. അപ്പൊ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ദാ അതിലേക്ക് പെരിഞ്ചീരകം ഇടുന്നു അല്ലേ? ഇട്ടോട്ടെ? ഓക്കെ, ഒരു കുഴപ്പമില്ല, ഇട്ടു. ഇനി എന്താ ഇടുന്നേ? അപ്പൊ നമ്മുടെ ജീരകം ഒന്ന് കരിയാറാവുമ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പില ഇടണം. അപ്പൊ അതാ കറിവേപ്പില ഇട്ടു. പിന്നെ ഇത് എത്ര സവാള ഉണ്ട്? അത് 5 സവാള അരി വെച്ചേക്കുന്നത് ഇതിലോട്ട് ഇട്ടോട്ടെ. ഓക്കെ. അപ്പൊ സവാളയിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഇതാ അങ്ങോട്ട് വഴറ്റാൻ തുടങ്ങുക. ഇല്ല, അപ്പൊ ഈ സവാള വഴറ്റി കഴിഞ്ഞിട്ടാണോ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നത്? അതോ സവാള ഒന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കും അല്ലേ? എന്തോരം ഇത് സെയിം അളവാണോ ഇഞ്ചിയും വെളുത്തുള്ളി? ഇതിപ്പോ ഒരു 5 സവാള ഉണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി എന്തോരമാണ്? ഒരു കുടം വെളുത്തുള്ളി അല്ലേ? ഓക്കെ. അപ്പൊ ഒരു കുടം വെളുത്തുള്ളി. അപ്പൊ നമ്മുടെ സവാള ഒന്ന് വഴഞ്ഞു വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ ദാ അതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് അല്ലേ അബി? ഓക്കെ, ദാ തേങ്ങാക്കൊത്ത് ഇതിലോട്ട് ആഡ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ അതിലേക്ക് പകുതി തക്കാളി അല്ലേ? പകുതി തക്കാളി നമ്മളിട്ട് അതും കൂടി വഴറ്റുന്നു. നമ്മുടെ ഞണ്ടുകറിക്ക് വേണ്ടിയുള്ള അബിയുടെ രഹസ്യക്കൂട്ടാണ് ഞാൻ ചുമത്തിയെടുത്തിരിക്കുന്നത്. 2 സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. അതിലിട്ട് ഒരു 4-5 ഗ്രാമ്പൂ, പിന്നെ കുറച്ച് ബേ ലീവ്സ്, പിന്നെ കുറച്ച് പട്ട എന്ന് വെച്ചാൽ ഒരു ചെറിയ കഷ്ണം പട്ട. ഇതെല്ലാം കൂടി അടിച്ചെടുക്കാൻ പോവാണേ. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ പൊടി ഇടാൻ പോവാണ്. ഇട്ടോബി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതെന്ത് മുളക് പൊടിയാ? നോർമൽ മുളക് പൊടി, കാശ്മീരി. ഓക്കെ, 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, എരിവെള്ള മുളക് പൊടി 1 സ്പൂണ്. ഇത് മല്ലിപ്പൊടി എത്ര സ്പൂണാ? 2 സ്പൂണ്. സോറി 3 സ്പൂണ്. അപ്പൊ ഇനിയിപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല എത്ര സ്പൂണാ?
3 സ്പൂൺ അല്ലേ നമ്മുടെ സ്പെഷ്യൽ മസാല. ഇതാണ് അപ്പം നമ്മുടെ ഞണ്ട് കറിയുടെ സീക്രട്ട് കേട്ടോ. അപ്പം ഇനി ഇതെല്ലാം കൂടി അങ്ങ് ഇളക്കിയാൽ മതി അല്ലേ? ഓക്കെ. അപ്പം ഇതിന് മുന്നേ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന കുടംപുളി ഉണ്ട് കേട്ടോ. നമ്മൾ വെള്ളത്തിൽ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് അത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മസാല എല്ലാം കൂടി മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ പുളി ചേർക്കുവാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാ നമ്മുടെ മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന കുടംപുളി ഇട്ട് വെക്കുവാണ്, ഒഴിക്കുവാണേ. ഓക്കെ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറ. ഷെഫ് ഒന്നും മിണ്ടുന്നില്ലല്ലോ. ചൂടായി കഴിയുമ്പോഴത്തേക്കും ഓക്കെ. വെള്ളമൊന്നും ഒഴിക്കത്തില്ല. ഇനിയിപ്പോൾ ഇതിലോട്ട് ഞണ്ടിട്ടാൽ മതി അല്ലേ? കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ട് ഇടുവാണ്. അപ്പം നമ്മുടെ ഞണ്ട് കറിയിലോട്ട് ഇനിയിപ്പോൾ നമ്മൾ ഒഴിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇളക്കണ്ടേ? ഓക്കെ. ഇളക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി അല്ലേ? ഓക്കെ. അപ്പം ഇളക്കിയിട്ട് അടച്ചു വെക്കുക. ഞങ്ങളിവിടെ കഴിക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ അവിയുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ. ഇത് നമ്മുടെ ഞണ്ട് കറി, ഇത് എന്നോ ഉണ്ടാക്കി വെച്ച ചിക്കൻ തോരൻ, ഇത് അച്ചാറ്, സാലഡ്, പപ്പടം. അപ്പം നമുക്ക് ആദ്യം തന്നെ കഴിക്കത്തില്ലേ? ഓക്കെ. അപ്പം ഇത് കഴിച്ചിട്ട് ഞണ്ടിന്റെ ഫുള്ള് പീസ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞേ. സൂപ്പർ, അടിപൊളിയാണോ? നാളെ ഇന്നത്തെ ഒരു സാധനം കഴിക്കും. ആണോ? ഓക്കെ. അപ്പം ഞാനൊരു പ്ലേറ്റ് എടുക്കട്ടെ. ഞണ്ടാദ്യം കഴിക്കാം, എന്നിട്ടല്ല നമ്മൾ ചോറ്. അടിപൊളി, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എത്രയായാലും നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അടിപൊളി. അപ്പം സൂപ്പർ. നമ്മൾ ആ ഫ്രഷ് മീറ്റിൻ്റെ നല്ല എന്താ പറയുന്നത് ആ വ്യത്യാസമൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇത്രയും നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി തന്ന അബിക്കും ഗോപികൾക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു. താങ്ക്സ് പറഞ്ഞു. അപ്പോൾ എന്നെ വെച്ച് തുടങ്ങിക്കോ, എന്നിട്ട് ബാക്കി അങ്ങോട്ട്. 5 സവാള അരി വെച്ചേക്കുന്നത് ഇതിലോട്ട് ഇട്ടോട്ടെ. ഓക്കെ. ഇത് സവാള കറിയാണോ ഞണ്ട് കറിയാണോ?